പുറമെ ഞങ്ങൾക്ക് ഇവരെ പറ്റി ഒരു കംപ്ലൈന്റും പറയാനില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഉള്ളിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അല്ല. പൂവത്തിങ്ങിലെ ആ പറ്റുമെങ്കിലുള്ള ഇവൻ്റെ എല്ലാ ചാനലുകളും നിങ്ങൾ എല്ലാ ചാനലുകളും കൂടെ ഇവൻ്റെ വാർത്ത ജീവിതം കൊടുക്കണം, ചാനൽ കൊടുക്കണം അവൻ്റെ വാർത്ത. അവൻ്റെ അമ്മായിമല്ല അവൻ്റെ ആ പെണ്ണിൻ്റെ കൈയെല്ലാം പൊളിച്ച് ഒരു നിവൃത്തിയിലെടുത്തുകൊണ്ട് ആ പുള്ളിക്കാട്ടി അന്നിട്ട് കേട്ടോ ആ പെണ്ണ് കേട്ടോ. നാണമില്ലടാ നിനക്കൊക്കെ വന്നു കിടന്ന് മോങ്ങി പട്ടി ഷോ കാണിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ലൈക്കും കമന്റും നിങ്ങൾ മാക്സിമം ചെയ്യുക. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ. അതുപോലെ മാക്സിമം ഷെയറും ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ നാറികളെ ജനങ്ങൾ അറിയണം. ഇനി ഇവന്റെ അമ്മയുടെ കാലത്ത് ഇവനൊന്ന് വീടിന് പുറത്ത് പോലും ഇറങ്ങി നടക്കരുത്. ആ രീതിയിൽ നാണം കെടുത്തി നത്തം കൊട്ടിച്ച് മാക്സിമം ലെവൽ ഇവനെയൊക്കെ വലിച്ച് കീറി ഒട്ടിച്ച് അവസാനം തൂക്കുകയറ എത്തിയില്ലെങ്കിലും ഇവനൊക്കെ ജയിലിലെങ്കിലും പിടിച്ചിടാനുള്ള ഒരു വകുപ്പെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. ഒരു രീതിയിൽ ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോൾ എന്ന് പറയുന്ന ആ യുവതിയുടെ മരണം ഇത് സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് ഇതുവരെ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടിയും എടുത്തുകൊണ്ട് ആ പിള്ളേരെയും കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അവിടെ സ്കൂട്ടി ഉണ്ടായിരുന്നു, ഏത് ആ കടവിൽ. എന്നാൽ ഒരു CCTVയിൽ പോലും സ്കൂട്ടിയും കൊണ്ട് പോകുന്നത് പതിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പതിഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനെപ്പറ്റി ഒന്നും ആർക്കും അറിയത്തില്ല. കോട്ടയത്തുള്ള ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം കുറച്ച് ദുരൂഹത നിറഞ്ഞ കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പറയുന്നു. അയാളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കും കേട്ടപ്പോഴും കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എവിടെയൊക്കെ കുറെ അധികം സംശയങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ CCTV ദൃശ്യം എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു വന്നില്ല. അതുപോലെ വിഷവും കഴിച്ചും കൊണ്ട് ആ കുട്ടികളെയും എടുത്തുകൊണ്ട് സ്കൂട്ടി ഓടിച്ചു പോകാനുള്ള ആരോഗ്യം ഈ പറയുന്ന ലേഡിക്കുണ്ടോ? അങ്ങനെ കുറച്ചധികം ചോദ്യചിഹ്നങ്ങളുണ്ട്. എന്തായാലും തക്കതായ അന്വേഷണം നടത്തണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അതുപോലെ കുറച്ചധികം അന്വേഷണങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ കിമ്പളം വാങ്ങാതെ നടത്തിയാൽ മാത്രമേ ഇതിൽ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എനിക്കത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും ഇവനെയൊന്നും സപ്പോർട്ട് ചെയ്ത് ഇവനെയൊന്നും ഒരു രീതിയിൽ ന്യായീകരിച്ച് ആരും മുന്നോട്ട് വരാതിരിക്കുക. പ്രത്യേകിച്ച് ഇവനൊക്കെ അത്യാവശ്യം പിടിപാടും കാര്യങ്ങളും ഒക്കെ ഉള്ള ടീംസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടുത്തെ നാട്ടുകാരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇവനൊന്നും ഒരു രീതിയിലും വിടരുത്. ഈ ഉളുപ്പില്ലാത്ത നാറി ആ ഭർത്താവ് പറയുന്ന പരമചറ്റ അവൻ കരഞ്ഞും കൊണ്ടൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ സംസ്കാര ചടങ്ങിന്റെ ഇടയ്ക്ക്. ആ ജിസ്മോളെ 2 മക്കളെയും കൂടി ഒരു കല്ലറയിലാണ് അടക്കിയത്. നമ്മളെല്ലാവരും കണ്ടു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വിഷമം വന്നടോ, പിടയുന്നു. ആ കുഞ്ഞിനെയും ആ അമ്മയൊന്നും കാണാൻ വയ്യ. ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ വീഡിയോ ഒന്നും കണ്ടില്ല, എന്നെ കൊണ്ട് കാണാൻ വയ്യ. ഞാൻ സ്കിപ്പ് അടിച്ച് വിട്ടായിരുന്നു. ഈ നാറി അവൻ അവിടെ കടന്ന് കരഞ്ഞ് മെഴുകുന്നത് ഞാൻ കണ്ടു. എനിക്ക് അവനെ 10 പറയണമെന്ന് തോന്നി. ഇവനെല്ലാം ഒരു കെട്ടിയവനാ, ഭിത്തിയിൽ പിടിച്ചിടിച്ച പരനാറി. നിന്റെ അമ്മയ്ക്കും നിന്റെ ചകോദരിക്കും ഒക്കെ വേണ്ടിയിട്ട് ആട്ടും തുപ്പും കാർക്കി തുപ്പാനും ഒരു പെണ്ണിനെ കിട്ടി. പിന്നെ നിനക്ക് നിറം പിടിക്കൂലല്ലേ? നിനക്ക് പച്ചയാണെങ്കിലേ പിടിക്കത്തുള്ളൂ അല്ലേ? ഷാറൂഖ് ഖാന് പച്ചയാണെങ്കിലേ പിടിക്കത്തുള്ളൂ. നിന്റെ മോങ്ങല് കാണാം. കുട്ടിക്ക് പിറന്ന 2 കുട്ടികളോടൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നതാണ് സത്യം. സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവളുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ അവളുടെ മനസ്സ് ഇവൻ ചത്ത കുഴഞ്ഞു കിടക്കണം. അവൻ ചത്താവൻ ചാവോ? നീ ഈ ഇടക്കാലത്തെങ്ങാണ്ട് ചാവോ? എങ്കിൽ കൊള്ളായിരുന്നു. കാരണം കുഴഞ്ഞങ്ങ് വീഴുന്ന് കിടക്കുകയാണ്. അവന് സങ്കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്തതുപോലെ. ഇവൻ എന്തോ കാര്യം അവിടെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ടെൻഷനിലാണ് ഇവൻ ഈ കിടന്ന് പടയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഒരു CCTV ദൃശ്യത്തിലും സ്കൂട്ടി എടുത്ത് കൊണ്ടുപോകുന്ന ജിസ്മോളെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു എവിഡൻസ് പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ സ്കൂട്ടി അവിടെ എത്തിയെന്നും ജിസ്മോളും ആ മക്കളും എങ്ങനെയാണ് അവിടെ ചത്ത് പൊങ്ങിയതെന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അതിന്റെ കാരണക്കാരായ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതുപോലെ വീഴും, കുഴയും, നിക്കക്കളിയില്ലാതെ ആകും. അതൊക്കെ സ്വാഭാവികം, സംഭവിക്കുന്നതാണ്. നിന്നെ കിട്ടിയത് കൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിമാരെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പലതവണ അവളോട് പറഞ്ഞുവെന്ന് പിതാവും സഹോദരനും വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് അവശനായി കുറ്റബോധം നിഴലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ജിമ്മിയെയാണ്. കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാനോ പോറ്റാത്ത കഴിവില്ലാത്ത നട്ടിലില്ലാത്ത ഒരു പരമനാറി ജിമ്മി. അവൻ പൊട്ടി കരയണ പോലും. നീ ആരടാ നാറി? നിനക്ക് ഉളുപ്പുണ്ടാടാ? ഭിത്തിയിൽ പിടിച്ച് ഇടിച്ചതല്ലേ നീ ആ പെണ്ണിനെ? പിന്നെ മക്കള് ചത്തതിന്റെ ഇതിലായിരിക്കും നീ കരയുന്നത്.
നിനക്ക് ഒരു യോഗ്യതയും ഇല്ല, നീ ഒരു കണ്ണുനീര് പോലും നീ ഒഴുക്കണ്ട. നിനക്ക് ഇതല്ല, നിന്നെ പിടിച്ചകത്തിട്ട് ചാമ്പണം. അതാണ് ആദ്യം ചെയ്യണം. ആദ്യം ഇടിപെട്ടി ചെയ്യണം, എന്നിട്ട് ബാക്കി അന്വേഷണം. അത് മതി. അതാണ് നിന്റെ കേസിൽ. എനിക്കതാണ് പറയാനുള്ളത്. നിന്നെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ട നാറുകൾ കാരണമാണ് ഇവിടെ ഓരോ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി സഫർ ചെയ്യുന്നത്. നിന്നെയൊക്കെ പോലത്തെമാർ, ഭർത്താക്കന്മാരെന്ന് പറയുന്ന മൊണ്ണകൾക്ക് ചൊണയില്ലെങ്കിൽ, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ പോറ്റാൻ കഴിവില്ലെങ്കിൽ, അവളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ കഴിവില്ലെങ്കിൽ, നിന്നെപ്പോലുള്ള മൊണ്ണകൾ കാരണം ഒരുപാട് സ്ത്രീകൾ ഇവിടെ സഫർ ചെയ്യും ഈ സൊസൈറ്റിയിൽ. അതിൽ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ജിസ്മോളും ഷൈനിയും ഒക്കെ. ഒരുപാട് പേരുണ്ട് ഇതുപോലെ. ഒരുപാട് സ്ത്രീകൾ നിരന്തരം നമ്മുടെ കമന്റ് ബോക്സുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കുറെ നിന്നെപ്പോലത്തെ നാറികളെ ചെവിട്ടത്ത് നോക്കി അടിയും തന്നുകൊണ്ട് കാരണം കുട്ടി അടിച്ച് പളന്നും കൊണ്ട് ഇറങ്ങി പോകുന്ന സ്ത്രീകളുണ്ട്. നല്ല കരുത്തുള്ള ചങ്കൂറ്റമുള്ള സ്ത്രീകൾ. അവരെ ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു. അത് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി ഒരു നാട്ടുകാരിയായിട്ടുള്ള ഒരു അമ്മച്ചി പറയുന്നുണ്ട്, ഈ പോക്കാവടിയുള്ള എല്ലാം വലിച്ചേറി അവർ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടു നോക്കാം. അനാഥ മന്ത്രിയും കൊണ്ട് ഇറച്ചി മോനെ വല്ല മരത്തിനും കൊണ്ട് ഇറച്ചിയായിരുന്നു. അത് അന്നിന് അത്താരും ഉണ്ടല്ലോ മത്സരം. ആ പിള്ളേരെ വല്ലതും കൊണ്ട് ഇറച്ചാൻ പോരായിരുന്നു. എന്നുവെച്ചാൽ എനിക്കും 2 പിള്ളേരുണ്ട്. ഇപ്പം 2 പെൺപിള്ളേരല്ലേ മോനെ. അത് ചെയ്ത് എന്നാ ചെയ്ത് ആ പെണ്ണ് വിദേശം മതിയായിരുന്നു. ആ ചെയ്ത് കഷ്ടമായി പെണ്ണ് ചെയ്ത് 2 പിള്ളേരെ. അവരെ നേരത്തെ പരിചയമുണ്ടോ? പിള്ളേരെയൊക്കെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ടോ? അത് ആര് വെച്ചാൽ ഞാൻ പറയും. അമ്മായി എപ്പോഴും ഉണ്ട് ആ പെണ്ണും ആ പിള്ളേരും കൂടെ. ഞാൻ ഇത് വന്ന് ചിലപ്പോൾ കെട്ടിയതിൻ്റെ ഉദരം കാണും. എന്നിട്ട് എനിക്ക് ഞാൻ 2 പ്രസവിച്ചു. എനിക്ക് 2 പെൺമക്കളുള്ള ഒരില്ലാത്ത അമ്മായിമ്മ അതിൻ്റെ കൈയൊക്കെ പൊളിച്ചതാ പറയുന്നത്. അതിൻ്റെ വീട് തെളിഞ്ഞവരെങ്ങാണല്ലേ. എന്നിട്ട് അതേ വേണ്ടിയിട്ട് എണ്ണ ഒന്നിലും എന്താ 2 പെമ്പിടല്ല കുഞ്ഞിട്ട് ഒരു 2 വയസ്സുള്ള 5 വയസ്സുള്ള കൊച്ചു അമ്മ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറഞ്ഞിരിക്കാം ഇവിടെ അമ്മായിമ്മ ആദ്യം തല്ലിക്കൊണ്ട അവളെ. ആ കൂടെ ഞാൻ നിൽക്കാം. തീ വിട്ടുള്ള ഞാനും ആ കൂടെ ഞാൻ നിൽക്കും. 2 പിള്ളേരുള്ള അവൾ ഒരിക്കലും ചെയ്ത അവൾ തെറ്റായിട്ടാണ് ചെയ്തത്. എനിക്കുള്ള 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനെ പിള്ളേർക്കെല്ലാം അറിയാം മാനെ. ഞാൻ 5 വയസ്സിന് കഴിഞ്ഞ കൊണ്ട് ആക്കിയിരുന്നു. അവർക്ക് വന്നാൽ പിന്നെ പിള്ളേർ അനാഥ വന്നിട്ട് കൂടെ പിള്ളേർ നിർത്താൻ പറ്റില്ല. ഇവിടെ കേരളം എന്ന ന്യൂസ് ചാനലിലാണ് ഇത് വന്നിട്ടുള്ളത്. ആ അമ്മായിമ്മ എന്ന് പറയുന്ന പറട്ടക്കളവി അവിടെ കിടന്ന് മറ്റൊരു സൈഡിൽ കിടന്ന് മോങ്ങിയില്ലേ, കള്ളക്കരച്ചിൽ കരഞ്ഞ ഒരു കളവി. ആ കളവിയെ കുറിച്ചിട്ടാണ് ഈ അമ്മച്ചി പറയുന്നത്. നല്ല 1-ാം തരം ഫ്രോഡ് സാധനമാണ്. പൊള്ളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വരെ അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവരെടുപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് വരെ മോശം അനുഭവമാണ്. പിന്നെ വീട്ടിലുള്ള മരുമോള അവസ്ഥ ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കി എനിക്ക് പിന്നെ അത് പുറത്ത് തന്നെ അറിയാം. പുറത്ത് കാണുന്നത് വെച്ചാൽ അത് മരിച്ചിട്ട് പിന്നെ പിള്ളേർ ചോദിച്ചിരുന്ന അമ്മായിമ്മ പിന്നെ അതിനും പോയി കിടക്കും. അതിൻ്റെ കെട്ടിയതിനും കുഴപ്പമുണ്ട്. ഇല്ലേ പിന്നെ അയാൾ തെളിവാശല്ലെങ്കിൽ തളകത്ത് അയാൾ ജോലി അയാൾക്കും കൂടെ മനസ്സിലായില്ലാതെ ഈ കാര്യം നടക്കിയെന്നുള്ളത് എനിക്കറിയാം. അത് ഏത് കോടതിയിൽ ഞാൻ ചെന്ന് പറയും. എൻ്റെ ജാതി പെണ്ണ എൻ്റെ പെണ്ണിൻ്റെ 3 ഈവനാണ് ഒരുമിച്ച് പോയിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യ ഇന്ന് ആ പെണ്ണിൻ്റെ ഒരു 3 കുഴി, ഒരു കുഴിക്കകത്ത ഒരു 3 കുഴികളല്ല. ഒന്നും ഓർത്ത പിള്ളേരാണ് കിടക്കുന്നുള്ളൂ. നിങ്ങൾ ഓർത്ത നിങ്ങൾക്ക് അമ്മയും മക്കളും പെങ്ങന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെയൊക്കെ നിങ്ങൾ അറിയാം. അമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങൾ ചാനലിൽ ഇങ്ങനെ വീഡിയോ എടുത്താൽ പോരാ. അറിയാം. അത് ഒരിക്കലും നിങ്ങൾ അതിനെ കൂട്ടിയിരിക്കണം. നിങ്ങൾ ചാനലിനോട് ഇങ്ങനെ ടി വിക്കകത്ത് വാർത്ത മാത്രം കാണിച്ചാൽ പോലെ. അങ്ങനെയാണ് നിങ്ങൾ അവരെ പ്രതികരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം നമ്മൾ പ്രതികരിക്കുക. പല സ്ഥലത്തും പല രാജ്യത്തും പല ജില്ലകളിൽ നിന്നുമാണ് ഓരോ വ്യക്തികളും ഈ വീഡിയോസും കാര്യങ്ങളും കാണുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ കമന്റ് രൂപത്തിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഉറപ്പായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. മാക്സിമം പ്രതികരിച്ച് ഈ കുറ്റവാളികളായ ഓരോ നാറുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ, ഏറ്റവും കൂടുതൽ മാക്സിമം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ ഈ നാറിയ കുടുംബത്തിനും അതുപോലെ ഷൈനിയുടെ കുടുംബത്തിനും ഷൈനിയുടെ ഭർത്താവിന്റെ കുടുംബത്തിനും എല്ലാത്തിനും വാങ്ങിക്കൊടുക്കണം. ഇവിടെ ജിസ്മോളുടെ കുടുംബം ജിസ്മോള ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഷൈനിയുടെ കേസിൽ അങ്ങനെയല്ല. കുടുംബവും കണക്ക് തന്നെ, ഭർത്താവിന്റെ കുടുംബവും കണക്ക് തന്നെ, രണ്ടും കണക്കായിരുന്നു. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്വന്തം കുടുംബം സപ്പോർട്ടായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ മക്കളെ. അനിയൻ സഹോദരൻ മീഡിയയുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അച്ഛൻ വ്യക്തി വേണ്ട തട്ട് നീ ഉണ്ടാരും നമ്മളെ കുടുംബം നാണം കെടുത്തത് ആ ഒരു തട്ടുന്നുണ്ട്. അങ്ങേർക്ക് ഇതുവരെ കുടുംബത്തിന്റെ സൽപ്പേര് വിട്ടു കൊടുക്കാൻ പറ്റുന്നില്ല. മകള് മരിച്ച്, കൊച്ചുമക്കളും മരിച്ച്, ഇനിയും അങ്ങേർക്ക് സൽപ്പേര് വിട്ടു കൊടുക്കാൻ പറ്റുന്നില്ല. ആരും ഒന്നും പറയരുതേ, മിണ്ടാതിരുന്നു കേട്ടോ. നമ്മുടെ കുടുംബത്തിന് നാറ്റൊക്കെ ആ ഒരു സെറ്റപ്പിലാണ് അങ്ങേര് ഇപ്പോഴും ഇരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ലപോലെ കൊള്ളാം. അവിടെ എൻ്റെ കൈക്കിട്ടുള്ള മണം ഇരിക്കാൻ പിള്ളേരില്ല. 10 മാസം തന്ന പുസ്തകത്തിന് അതിൻ്റെ പെണ്ണൊക്കെ അടച്ചുള്ളൂ. ആണുങ്ങളും മണ്ടക്കെട്ട് കയറിക്കൊണ്ട് മക്കളെ ഉണ്ടാക്കിയാൽ മതി. അറിയാമോ? ഈ പെണ്ണുങ്ങളുടെ 10 ദിവസം പ്രസവിക്കുന്ന കാര്യങ്ങൾ പെണ്ണൊക്കെ വിഷമമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ചാനലാണെങ്കിലല്ല അവിടെ ആദ്യം അവിടെ കെട്ടിയത് അവിടെ അമ്മായിമാർ തല്ലിപ്പറിക്കും നിങ്ങളോ. ആ കൂടെ ഞാൻ നിങ്ങളോട് വരാം. അറിയാമോ? എനിക്ക് ഞാൻ എൻ്റെ മക്കളെ 2 പെണ്ണുങ്ങളെ കെട്ടിച്ച് വിട്ടാം. 10 മാസം തന്ന പ്രസവിക്കുന്ന മേലെന്നല്ല പെണ്ണൊക്കെ അടച്ചുള്ളൂ. ആണുങ്ങൾ ഇമ്മാ പെണ്ണുങ്ങളുടെ മണ്ടക്കെട്ട് കയറി കിടന്നാൽ മതി.
അറിയാം. അത് ഞാനവിടെ ഞാൻ ചെന്ന് പറയും. പക്ഷേ അറിയാം അവനെ ഇവിടെ കെട്ടിയതും കൂടെ അറിയാം. ഇവിടെ കാറ്റേഴ്സും കൂടെ ആ പട്ടി അറിയാം. അവനവിടെ കണ്ട് വലിയ കോൺട്രാക്ടർ ആണ്ട് എന്നാ പറഞ്ഞു അവന്. എവിടെ ബസ് അത് കിട്ടാനിരിക്കത്തില്ല. പക്ഷെ ഇവിടെ അടുത്താന്ന് എനിക്കറിയാം. പൂവത്തിങ്ങിലെ ആ നിങ്ങൾക്ക് പറ്റുമെങ്കിലുള്ള പിന്നെ എല്ലാ ചാനലുകളും നിങ്ങൾ എല്ലാ ചാനലുകളും കൂടെ പിന്നെ വാർത്ത ലീവ് കൊടുക്കണം. ചാനൽ കൊടുക്കണം എൻ്റെ വാർത്ത. ഇവനൊക്കെ തായും പോയി ഇമ്മ ഇട്ട് വിളിച്ച് കാലാവാരി നിലത്തടിക്കേണ്ട പരിപാടിയാണ്. അതാണ് ചെയ്യേണ്ടത്. ഈ അമ്മച്ചിയുടെ പ്രതികരണം ശക്തമാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ പറ്റും ആ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക. ഈ നാറികളെ ശിക്ഷിക്കും വരെ ഇനി ഒരു സ്ത്രീകൾക്ക് ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെടുത്താണ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കടുങ്കൈ ചെയ്ത് തൊലച്ച് ജീവിതം നശിപ്പിക്കാണ്ട് നിങ്ങൾ നിയമത്തിന്റെ വശം തേടണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൺസൾട്ട് ചെയ്യണം, സംസാരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നാറിയ പരിപാടികൾ നിങ്ങളും ചെയ്യാതിരിക്കുക. ഒരിക്കലും സ്വയം ജീവൻ എടുക്കുന്നത് ഒന്നിനും പരിഹാരമല്ല. പകരം ഈ നാറുകളെ എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയേനെ. എനിക്ക് ഷൈനിയുടെ കേസിൽ അത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ മക്കളെയും കൊണ്ട് നിങ്ങൾ ഈ കടുങ്കൈ ചെയ്യുന്നതിന് ഒരു നിമിഷം മുന്നേ ആലോചിക്കണമായിരുന്നു. പിന്നെ ഇത് കടുങ്കൈ ആണെങ്കിൽ മാത്രം. പക്ഷെ സാഹചര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു കടുങ്കൈയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ നല്ല ദുരൂഹത ഇതിന് പിന്നിലുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല, സംശയം മാത്രം. ഇനി മറ്റൊരു വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ജിമ്മി അറിയാം. ജിമ്മി അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെളിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആളെ ഡീസൻ്റാണ്. പിന്നെ അവരുടെ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ പറയുന്ന പോലെ ഇപ്പം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ കണ്ടപോലെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പത്രസമ്മേളനത്തിൽ ഈ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഞാനും കണ്ടത്. അല്ലാതെ എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നേരത്തെ അങ്ങനെ നമുക്ക് വെളിയിൽ അറിയാമെങ്കിൽ പണ്ടേ റിസോൾവ് ആകുമായിരുന്നു എല്ലാവർക്കും. ഇല്ലാതായി വന്നേനെ എല്ലാം ഉണ്ട്. പക്ഷേ അവളും എന്താ പറയുന്നത് മറ്റേ അവിടെ നടന്ന കേസ് പോലെയല്ല. അവർക്ക് നിൽക്കാൻ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. എന്താ കാര്യം എനിക്കറിയത്തില്ല. അല്ല അതിനെ എല്ലാവരും കൂടി പറ്റി മുറിക്കില്ല. അതുപോലെ ഞാൻ ജീവിക്കാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ ആയി പോയില്ല. ഇവിടെ പ്രൊഫഷണൽ അവിടെ തോന്നുന്നുണ്ട്. അവിടെ അറ്റ്ലീസ്റ്റ് അവിടെ വീട്ടുകാരെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. ചെയ്യരുതായിരുന്നു. കാരണം ഉണ്ടായിരിക്കാം, അറിയത്തില്ല, എനിക്കറിയത്തില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ജിമ്മി വളരെ നീറ്റ് ആൻഡ് ക്ലിയർ കട്ടാണ്. ഷാറുഖ് ഖാന്, നമ്മുടെ കറുപ്പിനെ പിടിക്കാത്ത പച്ച നിറം പിടിക്കുന്ന ഷാറുഖ് ഖാന്, അവൻ പുറമേ നിന്ന് നോക്കുമ്പോൾ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. പക്ഷെ കുടുംബത്തിന്റെ അകത്ത് പരമചറ്റയാണ്. അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യം, പ്രപഞ്ച സത്യം. ഇവനെയൊക്കെ കാലേ വരെ അടിക്കേണ്ട സമയം കഴിഞ്ഞു. പുറമെ ഞങ്ങൾക്ക് ഇവരെ പറ്റി ഒരു കംപ്ലൈന്റും പറയാനില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഉള്ളിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇവിടെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്ര ഇടവക്കാരെല്ലാം ഇവിടെ തടിച്ചു കൂടിയതല്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതും വളരെ ആഗ്രഹമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം, ഇവിടെയുള്ള ഇടവക്കാരെ കൂടെ കാണിക്കണം. പിന്നെ നാട്ടുകാരും ഇടവക്കാരില്ലാത്ത നാട്ടുകാർക്കെല്ലാം കാണാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ല ചർച്ച നടത്തി ഇന്നലെ വികാരിയച്ചന്മാർ തമ്മിൽ ചർച്ച നടത്തി. ഞങ്ങൾ പാരിഷ് കമ്മിറ്റിക്കാരും പോയിട്ടുണ്ടായിരുന്നു. പോയി ചർച്ച നടത്തിയതാണ് നമ്മൾ ഇതിൻ്റെ ഒരു തീരുമാനം എടുപ്പിച്ചത്. അപ്പം അച്ഛൻ പറഞ്ഞാൽ അച്ഛനും കൂടെ വന്നോളാം, നമുക്ക് ഇവിടെ 1.5 മണിക്കൂർ വെക്കാനായിട്ട് അനുമതി തന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ബോഡി കൊണ്ടുവന്നത്. അപ്പം വന്നപ്പോൾ 9:30 ആയി, 9:10 വരെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് 1/2 മണിക്കൂർ താമസിച്ച് പോയതുകൊണ്ടാണ് 11 വരെ. പിന്നെ അവരൊരു ചെറിയ രീതി അവരുടെ വയ്യാരിത പ്രകടിപ്പിച്ച് അവരുടെ കുട്ടികളല്ലേ വയ്യാരിത കാണിച്ചു. അവൾ 3 കൊല്ലത്തിന് മുമ്പ് UK പോയതാണ്. അതിന് മുമ്പ് ഉണ്ടായ സംഭവമാണ് പെങ്ങൾ. ആ പെങ്ങളാണ് ഇവിടെ വന്ന് നിന്നിരുന്നത്. അത് ഏകദേശം 3-4 കൊല്ലം മുമ്പാണ്. അവൾ UK പോയിട്ട് ഏതാണ്ട് 3 കൊല്ലത്തിന് 4 കൊല്ലത്തിന് മുകളിലായി. പിന്നെ അവൾ കോഴിക്കോട് വിളിച്ചല്ലോ. ഈ 4 കൊല്ലത്തോളം അവൾ UK പോയിട്ട് മൂത്ത പെങ്ങളാണല്ലോ പ്രശ്നമുണ്ടെന്ന് ഇവർ പറയുന്നത്. മൂത്ത പെങ്ങളുടെ കാര്യം നീടൂര ഈയിടെ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മായിമ്മ നല്ലതാണെന്ന് പറയുന്ന ഒരു മരുമകളുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിരിക്കും എന്ന് പറയും. എന്നാൽ സ്വാഭാവികമായിട്ട് 95% പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയല്ലേ. മരുമകൾ നല്ലതെന്ന് പറയുന്ന അമ്മായിമാരും അപൂർവമല്ല. അല്ല, ഞാൻ പറയുമായിരുന്നു, ഇത് എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളും. അല്ലാതെ ഇത്രയും സൂസൈഡ് ചെയ്യേണ്ടതായ ഒരു സംഭവമായിട്ട് നമുക്ക് പുറത്താർക്കും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അത് 9:30 മണിക്ക് തൊട്ടടുത്ത വീട്ടിലെ പുള്ളി പെണ്ണിനോട് സംസാരിച്ച. അപ്പോൾ അവർ അപ്പനും അമ്മയും കെട്ടിയവനും ഹരിദാസനും ഓൾറെഡി പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുണ്ടായിരുന്നു ഇല്ലെന്ന് പറഞ്ഞു. 9:30 മണിക്ക് സംസാരിച്ചപ്പോഴും അവൾ നല്ല ഉന്മേഷം മതിയായിട്ടാണ് പുള്ളിയോട് സംസാരിച്ചതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. തൊട്ടടുത്ത് ഒരു മതിനോട് ഞാൻ നടത്തിവിടാം ആ പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരന് പോലും ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയത്തില്ല. അതെ, ഇതാണ് എനിക്കും ഒരു സംശയം. അതായത് രാവിലെ ഒന്നും ഒരു പ്രശ്നമില്ലാതെ നിന്ന ജിസ്മോള് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. അതും സ്കൂട്ടിയിൽ പോയെന്നാണ് പറയുന്നത്. എന്നാൽ CCTVയിൽ ഒന്നിലും പതിഞ്ഞിട്ടില്ല. അങ്ങനെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കറക്റ്റ് കാര്യം അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും അട്ടിമറി നടക്കുമെന്ന് അറിയത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു കൊലപാതകമാണെങ്കിൽ ഉറപ്പായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെന്നെങ്കിലും കൊന്നുകൊണ്ട് വെള്ളത്തിയിട്ടതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. പേഴ്സണലി അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവം നേരത്തെ പൊങ്ങി. അങ്ങനെ പൊങ്ങുന്നത് വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ വെള്ളത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നും അറിയത്തില്ല. എന്തെങ്കിലും ഇനി ശരീരത്തിന് ഫോൾട്ട് ഉണ്ടെങ്കിലും 3 ശരീരവും ഒരുമിച്ച് പൊങ്ങത്തില്ല. അതും അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്നുകിൽ ഇവർ നേരത്തെ സ്വയം ജീവൻ ഒടുക്കിയതിനു ശേഷം കണ്ടുപിടിച്ചിട്ട് കൊണ്ട് അങ്ങ് എറിഞ്ഞതാവാം, അല്ലെങ്കിൽ തീർത്തിട്ട് അങ്ങ് കൊണ്ട് എറിഞ്ഞതാവാം, അല്ലെങ്കിൽ അറിയത്തില്ല. എല്ലാം ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. നാട്ടുകാർക്ക് ഉൾപ്പെടെ ഈ ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്.
അതുകൊണ്ട് ഒരു തള്ളിക്കളയേണ്ട വിഷയമല്ല. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തക്കതായ രീതിയിൽ പോലീസ് അന്വേഷിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.